ഡിയേഴ്സ്, +1 കയറിയല്ലേ നമ്മൾ. അപ്പോൾ കുറേ മാറ്റങ്ങളായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അതായത് വലിയൊരു ടെക്സ്റ്റ് ബുക്കിൻ്റെ മാറ്റം, വലിയൊരു സിലബസിൻ്റെ മാറ്റം, ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നതിൽ നിന്നും കുറേ ഡീപ്പിലേക്കാണ് നമ്മൾ ഈ ഒരു +1 കാലഘട്ടത്തിലേക്ക് വരുന്നത്. അപ്പോൾ +2 ബോർഡ് എക്സാം വരുന്നത്, അല്ലെങ്കിൽ +2 എക്സാമിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി, ഇങ്ങനെ രസത്തിൽ അങ്ങ് പോവാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വലിയൊരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കാരണം +2 പഠിക്കുന്ന എല്ലാ കാര്യവും, ഇനിയിപ്പോൾ ഏത് സബ്ജക്റ്റ് എടുത്തോട്ടെ, അവിടെയൊക്കെ അതിൻ്റെ ബേസിക്സ് കിടക്കുന്നത് നമ്മുടെ +1 ബയോളജീൻ്റെ കേസ് തന്നെ എടുക്കുമ്പോൾ +2 വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ടോപ്പിക്കുകൾ പഠിക്കാനും ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉള്ളതും നമുക്ക് +1 ബോട്ടണിയും സുവോളജിയും കൂടെ കൂട്ടി നോക്കുമ്പോൾ 19 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. നിങ്ങൾ ഓൾറെഡി ഓറിയന്റേഷനിലൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. 10 സുവോളജി ചാപ്റ്റേഴ്സും അതുപോലെ 9 ബോട്ടണി ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ ഡെപ്തിലാണ് പഠിക്കുന്നത്. അതായത് 10ാം ക്ലാസ്സിൽ നിങ്ങൾ ലൈഫ് പ്രോസസ് എന്നും പഠിച്ച ഒരൊറ്റ ചാപ്റ്ററിനെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററിലും വളരെ സെക്ഷനിൽ അതിൻ്റെ പ്രോസസ്സുകൾ എന്താണ്, അത് ഡീറ്റെയിൽ ആയിട്ട് പുതിയ പുതിയ ടേംസുകളും ഒക്കെ നമ്മൾ ഈ ഒരു +1 പഠിക്കുന്നുണ്ട്. പ്ലാന്റ്സിൻ്റെ കേസ് ആണെങ്കിലും 10th നിങ്ങൾ എന്താ ചെയ്തത്, നമ്മൾ ഓരോ പ്രോസസ്സ് പഠിക്കുന്നു, ഹ്യൂമൻ ബീങ്സിൽ എങ്ങനെയുണ്ട്, ആനിമൽസിൽ എങ്ങനെയുണ്ട് പഠിക്കുന്നു, പിന്നെ പ്ലാന്റ്സിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ. പക്ഷേ ഇവിടെ നിങ്ങളത് ബോട്ടണി ആയിട്ട് ബ്രാഞ്ച് തിരിച്ച് അതിന് ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോസിന്തസിസ്, അതുപോലെ തന്നെ സെല്ലിൻ്റെ സ്ട്രക്ചർ, കാര്യങ്ങളൊക്കെ വളരെ ഇൻ ഡെപ്തിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട്, കാരണം +1 നിങ്ങൾ എന്ത് പഠിക്കുന്നു, എന്തൊക്കെ സ്ട്രക്ചേഴ്സ് പഠിക്കുന്നു, ഡയഗ്രാംസ് പഠിക്കുന്നു, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് +2 കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആക്കാൻ പറ്റൂ. ഇനിയിപ്പോൾ +2 ബോർഡ് എക്സാം നിങ്ങൾ മാറ്റി വെക്കുക, അതിനുശേഷം നിങ്ങൾ ഇനി നിങ്ങളുടെ ഒരു ഡ്രീം ചൂസ് ചെയ്ത് പല കോമ്പറ്റേറ്റീവ് എക്സാമിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ് അല്ലേ. ഈവൻ ഇപ്പോൾ കഴിഞ്ഞ നീറ്റ് എക്സാം തന്നെ എടുത്താൽ നിങ്ങൾക്ക് നോക്കാം, +2 കൂടുതൽ പ്രിഫറബിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നത് +1 അതാണ് കുറേ കുട്ടികൾക്കും ബയോളജി ടഫ് ആവാനുള്ള കാരണവും. അപ്പോൾ ഈ നീറ്റ് ആയിക്കോട്ടെ, പലതരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിക്കോട്ടെ, അതിനൊക്കെ തന്നെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ +1 +2 NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. കാരണം ഈ ടെക്സ്റ്റ് ബുക്കിൽ, അതായത് ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോൾ അതിൽ ഒരു വാക്ക് പോലും നമുക്ക് വിടാനില്ല. കാരണം ഇനി നിങ്ങൾ MCQ ടൈപ്സ്, അതായത് കോമ്പറ്റേറ്റീവ് ലെവൽസ് എക്സാംസുകളാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ബയോളജിൻ്റെ കേസ് എടുക്കുമ്പോൾ അതിൽ ഓരോ ടേമുകളടക്കം, ഓരോ പ്രോസസ്സുകളടക്കം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സിലബസ് നല്ല രീതിയിൽ അറിയുക, ആ ഓരോ സിലബസിലെയും കോൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സബ്ജക്റ്റ് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ് അറിഞ്ഞ് ബേസിക്സോടെ പഠിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ സൈലത്തിന്റെ അഗ്നി ബാച്ചാണ് ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. കാരണം ഓരോ സബ്ജക്റ്റും നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും റിപ്പീറ്റ് ചെയ്യാനും വലിയൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല, ഓരോ കോൺസെപ്റ്റ് പഠിക്കുന്നതിന് കൂടെ, അല്ലെങ്കിൽ ഓരോ പാർട്ട് ലൈവിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ സീരീസുകൾ വരുന്നുണ്ട്. അതിനുശേഷം മൊഡ്യൂൾ എക്സാമിലൂടെയും റിവിഷനിലൂടെയും PYQ സെക്ഷനിലൂടെയും ഒക്കെ നല്ല രീതിയിലാണ് നിങ്ങൾ ബേസിക്സ് വെച്ച് പഠിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ +2 നിങ്ങൾക്ക് എന്താണ്, അതൊരു വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും. ആ ഒരു കോണ്ടന്റിലേക്ക് ബേസിക്സ് നല്ലോണം കിട്ടും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനും പറ്റും. അതിനുശേഷം കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എന്ത് ചെയ്യാം, നല്ല ധൈര്യത്തോടെ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും പറ്റും. കാരണം കോൺസെപ്റ്റുകളും ബേസിസും ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അഗ്നി ബാച്ചിൻ്റെ ഈ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ പല രീതിയിൽ ഉഴപ്പാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ രീതിയിലൊന്നും ഉഴപ്പാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ചോയ്സ് ആണിത്. അപ്പോൾ ഈ ഒരു ചാൻസ് മിസ്സാക്കാതിരിക്കാം. നമ്മൾ വേറൊരു പുറത്തൊരു ട്യൂഷന് പോകുന്നതിന് വെച്ച് നോക്കുമ്പോൾ ഒരു വർഷത്തേക്ക് ഈ ഒരു അഗ്നി ബാച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് 4250 രൂപയ്ക്കാണ്. അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇത്രയും ഫീച്ചേഴ്സ് ഈ ഒരു അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്നത് ഒരു വലിയ ഒരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. സോ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നേരെ നമ്മുടെ ബാച്ചിലേക്ക് പോരുക. സോ മറക്കണ്ട, അടിപൊളിയായിട്ട് പഠിക്കാം. ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല സ്ട്രക്ചറോടുകൂടി പഠിച്ചാൽ ഒരു ആവറേജ് ലെവലിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ ഉയരും. ഫുൾ A1 ലെവലിലേക്ക് നിങ്ങൾ ഉയർത്താൻ പറ്റും. സോ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മളൊരു ടീമായിട്ട് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒന്നിച്ച് പഠിക്കാം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ പഠിച്ച പോലെ നല്ലൊരു റിസൾട്ട് സൈലം ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു സ്ട്രക്ചർ പ്ലാനോട് കൂടെ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ +1 +2 നമ്മൾ ഒന്നിച്ച് തന്നെ ഒരു ടീമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കും. സോ ഡോണ്ട് വറി, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.